FC സാൻടെക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എക്കോ സോളവൻ്റ് പ്രിൻറ്റിംഗ് മെഷീന് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എന്തൊക്കെ രീതികൾ, എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് എന്നുള്ള എൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ആൻഡ് ഹെഡ് കണക്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. 6 ഫീറ്റ് എക്കോ സോൾവെൻറ്റ് മെഷീൻ, ഡബിൾ ഹെഡ് ഓൺസൺ 8 എപ്സൺ 600 പ്രിൻ്ററിനാണ് ഇന്ന് പ്രിൻ്റർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള രീതിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എപ്സൺ 600 പ്രിൻ്റർ ഏകദേശം ഒരു ഹവറിൽ 200 സ്ക്വയർ ഫീറ്റാണ് പ്രിൻ്റ് അടിക്കുക. ഡബിൾ ഹെഡ് ഏകദേശം ഒരു 200 സ്ക്വയർ ഫീറ്റാണ് പ്രിൻറ്റിങ് കപ്പാസിറ്റി. ഇതിനുള്ള സ്ക്വയർ ഫീറ്റ് നമുക്ക് പ്രിൻ്റ് അടിക്കാം. അതേപോലെ ഫ്ലെക്സ്, വിനിയൽ, ബ്രാൻഡിങ് വിനിയൽസാണ് ഇതിൽ കൂടുതലായിട്ട് പ്രിൻ്റ് അടിക്കുന്നത്. എക്കോസ് ഇൻഡോർ പർപ്പസിനായിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എക്കോ സോൾവെൻറ്റ് മെഷീൻ. എപ്സൺ 600 പ്രിൻറ്റേഴ്സൊക്കെ പോർട്ടബിൾ ടൈപ്പായിട്ടാണ് പാക്കിംഗ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സൈറ്റിൽ വന്ന് നമ്മൾ അസംബിൾ ചെയ്ത് അതിൻ്റെ റോളേഴ്സ്, പിഞ്ച് റോൾസ് ആൻഡ് ഫാൻസ്, ഇതൊക്കെ നമ്മൾ സൈറ്റിൽ നിന്ന് പോർട്ടബിൾ ടൈപ്പായിട്ടാണ് വരിക. അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇതിന് പ്രിൻറ്റിങ് സോഫ്റ്റ്വെയർ വരുന്നത് ഓൺസൻ്റെ പ്രിൻറ്റിങ് സോഫ്റ്റ്വെയറാണ് വരുന്നത്. ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും അതേപോലെ പ്രിൻറ്റിങ് പാസ്, നിങ്ങൾക്ക് 3 പാസ് 6 പാസ് പ്രിൻറ്റിങ് പാസുകൾ അഡ്ജസ്റ്റ് ചെയ്യാനും കൂടുതൽ അനുയോജ്യമായ പ്രിൻറ്റിങ് സോഫ്റ്റ്വെയറാണ്. കുറച്ച് ഈസിയാണ്. അതേപോലെ ഇങ്കിൻ്റെ ലെവല്, കാര്യങ്ങൾ, എത്ര ഒരു പ്രിൻറ്റിന് എത്ര ഇങ്ക് കോസ്റ്റ് വരുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ സോഫ്റ്റ്വെയറിൽ അതിന് ഓപ്ഷനബിളും ഉണ്ട്. മെഷീന് പൊതുവായിട്ടൊരു കൺട്രോൾ പാനലുണ്ട്. ഈ പാനലിൽ നിങ്ങൾക്ക് മെഷീൻ്റെ ഹെഡ് ക്ലീനിങ്, പർജിങ് അഥവാ ക്ലീനിങ് ആൻഡ് പർജിങ് ഫങ്ഷനുകൾ ഈ ഡിസ്പ്ലേയിൽ നമ്മൾ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മാനുവലായിട്ട് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാം. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലും ഓപ്ഷനുണ്ട്. അതേപോലെ ഡിസ്പ്ലേയിലും ഓപ്ഷനബിളാണ്. ഇപ്പോൾ മെഷീന് ഓൾറെഡി എല്ലാ പാർട്ടും അതിൻ്റെ റോൾസ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രിൻറ്റിങ് പ്രൊസീജിയർ, അതിന് മൂവ്മെൻറ്റ് കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരു പ്രിൻ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് അടിച്ച് നോക്കുകയാണ്. ഹെഡ് കണക്ട് ചെയ്യാതെ ഒരു പ്രിൻറ്റിങ്, അതിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങൾ, എന്തെങ്കിലും ബെൽറ്റ് കാരേജ്, എന്തെങ്കിലും ലൂസ് ട്രാൻസ്പോർട്ടിങ്ങിൽ ഏതെങ്കിലും ലൂസ് കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ഒന്നും കൂടി ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് ഹെഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇനി നമുക്ക് എപ്സൺ 600 ഹെഡ് കണക്ട് ചെയ്യാം. ഹെഡ് കണക്ട് ചെയ്യാനായിട്ട് ഹെഡിൻ്റെ കാരേജ് പ്ലേറ്റിൽ നമ്മൾ 4 സ്ക്രൂവിലാണ് ഹെഡ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡിൻ്റെ ഡീറ്റെയിൽസ് ഹെഡ് എങ്ങനെ കണക്ട് ചെയ്യേണ്ടത്, അതേപോലെ ഡാമ്പർ കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ട രീതി ഞാനതിൽ കാണിക്കാം. എൻ്റെ ഒരു ഫോട്ടോ ഞാനിതിൽ ഈ ഡാമ്പറിൽ ഏതൊക്കെ കളർ ഓർഡർ കാര്യങ്ങൾ, ഡാമ്പറിൻ്റെ കളർ ഓർഡറിൻ്റെ ഇത് ഞാൻ അതിൽ കാരേജ് പ്ലേറ്റിൽ നിന്ന് ഹെഡ് സ്ക്രൂ, അതായത് ഹെഡ് ഫിക്സ് ചെയ്യുന്ന സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ FC 600 ഹെഡ് ഫിക്സ് ചെയ്യുകയാണ്. ഇതിൻ്റെ കാറ്ററേജ് ആയിട്ട് വരുന്ന ഇങ്ക് ബോട്ടിലേക്ക് നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യാം. ഇത് CNYK ആണ് ഇങ്ക് അവൈലബിൾ ആണ്. നമുക്ക് CNYKയിൽ ഇങ്ക് എക്കോ സോൾവെൻറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഇങ്ക് നമുക്ക് ഇതിലേക്ക് പൈപ്പ് വഴി നമുക്ക് ഡാമ്പറിലേക്ക് എത്തിക്കാം. ഇങ്ക് കാറ്ററേജിൽ നമ്മൾ CNYK ഇങ്ക് ഫില്ല് ചെയ്യുക. ഇതാണ് എക്കോ സോൾവെൻറ്റ് സബ് ടാങ്ക് എന്ന് പറയുന്ന യൂണിറ്റ്. ഇതിലേക്ക് കാറ്ററേജിൽ നിന്ന് സബ് ടാങ്കിലേക്ക് ഇങ്ക്, സബ് ടാങ്കിൽ നിന്ന് 4 ജോയിൻറ്റ് പൈപ്പ് വഴി നമ്മൾ കൺവെയർ ബെൽറ്റ് വഴി ഡാമ്പറിലേക്കാണ് മഷി വരുന്നത്, FC 600 ഡാമ്പറിലേക്ക്. അപ്പോൾ ഇനി കൺവെയർ ബെൽറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിപ്പോൾ CNYK മജന്ത, സിയാൻ, യെല്ലോ, ബ്ലാക്ക് മഷി ഡാമ്പറിലേക്ക് എത്തിച്ചാണ്. ഈ ഡാമ്പറിൽ നമ്മൾ 2 മജന്ത, 2 സിയാൻ, ഒരു ബ്ലാക്ക്, ഒരു യെല്ലോ ആണ് ഡാമ്പറിലേക്ക് നമ്മൾ ഈ എപ്സൺ 600 കളർ ഓർഡർ വരുന്നത് അതാണ്. ഇനി നമുക്ക് എപ്സൺ 600 ഹെഡ് കണക്ട് ചെയ്യാം. ഹെഡ് കണക്ട് ചെയ്യുമ്പോൾ ഹെഡിൻ്റെ ലെഫ്റ്റ് റൈറ്റ് പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യണം. അത് നമ്മൾ സ്ട്രിപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്സൺ 600 ഹെഡിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും അതായത് പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യണം നിങ്ങൾ. അതിപ്പോൾ ഹെഡ് കണക്ട് ചെയ്യുന്ന ടൈമിന് സ്ട്രിപ്പ്
റോങ് സൈഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെഡ് ഡാമേജ് ആയി പോകും. അപ്പോൾ വളരെ അധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹെഡിൻ്റെ സ്ട്രിപ്പ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരിക്കലും ഒരു കാരണവശാലും മാറിപ്പോകാൻ പാടില്ല. ഇനി നമുക്ക് എക്കോസോളവൻറ്റിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അത് നമ്മൾ ഈ എക്കോസോളവൻറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന അതേ പ്രൊസീജിയർ വെച്ചിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണിത്. അപ്പോൾ ഇതിൽ ബൈ ഡയറക്ഷൻ, കാലിബ്രേഷൻ, അതേപോലെ സ്പീഡ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് നിങ്ങൾ ഏത് പാസിലാണ്, ഏത് സ്റ്റെപ്പിങ്ങിലാണ്, ഇതൊക്കെ അടിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കാൽക്കുലേഷൻ ചെയ്യേണ്ടതാണ്. ഓരോ മെഷീനും അതിനനുസരിച്ചുള്ള വ്യത്യസ്തമായ കാൽക്കുലേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഈ എക്കോസോൾവൻറ്റ് റിപ്പിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് മെയിൻ ടോപ്പാണ്. മെയിൻ ടോപ്പ് വഴി നിങ്ങൾ ഡിസൈൻ ചെയ്ത ഫയലിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് .prt എന്ന ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് പ്രിൻ്റ് അടിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ബൈ ഡയറക്ഷൻ, കാലിബ്രേഷൻ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിൻറ്റിങ്ങിൻ്റെ ഷാർപ്പ് മാക്സിമം നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിൻ്റ് അടിക്കേണ്ടത്. എപ്സൺ 600 ഡബിൾ ഹെഡ് മെഷീനിൽ ഇപ്പോൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ളത് സിംഗിൾ ഹെഡാണ്. ഇപ്പോൾ നമ്മൾ കണക്റ്റ് ആയിട്ടുള്ളത് സിംഗിൾ ഹെഡിലാണ് നമ്മളിപ്പോൾ പ്രിൻ്റ് അടിച്ച് നോക്കുന്നത്. സിംഗിൾ ഹെഡായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഡബിൾ ഹെഡായിട്ട് നമ്മൾ ഈ മെഷീൻ നമുക്ക് സോഫ്റ്റ്വെയറിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ബൈ. സൈൻ അപ്പ്.